അയൽവഴക്കുകൾ പണ്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റുകളിൽ ചിലപ്പോൾ വലിയ കച്ചറ നടക്കാറുണ്ട്. മദ്യപിച്ചിട്ടിറങ്ങി പരസ്പരം പോർ വിളിക്കാറുണ്ട്, തെറി വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഇതൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട് നാട്ടുംപുറത്ത് വഴിത്തർക്കവും അയൽത്തർക്കവുമായൊക്കെ ബന്ധപ്പെട്ട് കട്ടക്കിടിയും തെറിവിളിയും ഒക്കെ കേൾക്കാറുണ്ട്. എന്നാൽ രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ വിളിക്കുന്നത് അപൂർവമാണ്. പക്ഷേ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു. ലെബനനിൽ നെതന്യാഹു നടത്തുന്ന അക്രമത്തിൽ വളരെ വളരെ ക്ഷുഭിതനായി ട്രംപ് മച്ചമ്പി ഫോണിൽ വിളിച്ച്, എടാ പന്ന ചെറ്റേ, നീ കാണിക്കുന്നത് മുഴുവൻ തോന്നിയാസങ്ങളാണോ? നീ എന്ത് ഊത്താമ്പട്ടിയാടാ? നീ എവിടുത്തോനാടാ? നീ ആരാടാ? നിന്നെ ഈ ലോകത്താർക്കാടാ ഇഷ്ടം? നീ കാണിക്കുന്ന കൊള്ളരുതായ്മ കൊണ്ട് രാജ്യവും ലോകവും നിന്നെ വെറുക്കുമല്ലയോടാ? നിന്നെപ്പോലൊരു പരമചെറ്റയുണ്ടോടാ നാറി, എംബോക്കി, കുലദ്രോഹി, പരമദ്രോഹി, പച്ചപ്പരമചെറ്റെ എന്നൊക്കെ പറഞ്ഞങ്ങ് വിളിച്ചത്രേ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കുറച്ചുകൂടി കടുപ്പത്തിലാണ് കിടക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, വെളിവില്ലാത്ത ഒരാളാണ്. വെളിവുകേടിനൊരു വലിയ ഗുണമുണ്ട്. ചില സന്ദർഭങ്ങളിൽ വെളിവില്ലാത്തവർ വായിൽ വരുന്ന ചില സത്യങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞു കളയും. ഒരു വശത്തുകൂടി എങ്ങനെയെങ്കിലും ഈ അടി അവസാനിപ്പിച്ച് തങ്ങളുടെ ബേസുകൾ 25 തകർക്കപ്പെട്ടു എന്ന് റിപ്പോർട്ട് സഹിതം പുറത്തു വന്ന് തനിക്കെന്തെങ്കിലും മുണുങ്ങാനും തൻ്റെ മക്കളുടെ കച്ചവടത്തിനുമായി നൽകുന്ന അറബി രാജാക്കന്മാരുടെ ചങ്കിരിട്ടിനി അടികൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു വശത്തുകൂടി ഒതുക്കിക്കൊണ്ട് വരുമ്പോൾ യവൻ പന്നത്തരവും ചെറ്റത്തരവും തെണ്ടിത്തരവും കാണിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെയാണ് ട്രംപ് വച്ചമ്പി അംഗ്രേസീമയും പൊട്ടിത്തെറിച്ചുഹെ. ആ പൊട്ടിത്തെറിച്ച വാചകങ്ങൾ ആക്സിയോസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വാർത്താ ചാനൽ വളരെ കൃത്യമായി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത ഉത്തരവാദിത്വത്തോടെ പുറത്തുവിട്ടു. അങ്ങനെ ടെലഫോണിലൂടെ കായും പൂവും തായും മായും കൂവും എല്ലാം കേട്ട് വശം കെട്ട് ഇനിയും പിടിച്ചെടുക്കാനിറങ്ങിയ നെതന്യാഹു ആ പിടിച്ചതിൽ നിന്ന് പിടിവിട്ട് പിന്നോട്ട് മാറി എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അത് ഒരു കടുത്ത നിയന്ത്രണം വിട്ടുള്ള പ്രയോഗമായി പോയി എന്നും ആ വാർത്തയെ സംബന്ധിച്ച അവലോകനങ്ങളിൽ കാണുന്നുണ്ട്. സമാധാന കരാറിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും എങ്ങനെയെങ്കിലും തടിയുടെ ഇടയിൽ വേണം അണിയൂരി രക്ഷപ്പെട്ടു പോകാനായി ട്രംപ് ശ്രമിക്കുമ്പോൾ വീണ്ടും 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 നിന്നെ സഹിക്കാൻ ഈ ലോകത്ത് ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോടാ എന്ന് അർത്ഥപൂർണമായി ട്രംപ് ചോദിക്കത്തക്ക വിധം കൊള്ളരുതായ്മകൾ തുടർച്ചയായി ചെയ്യുന്നത് കണ്ട് സഹിക്കാനാവാതെയാണ് ഇത്തരം ആക്ഷേപവാക്കുകൾ അദ്ദേഹം ഒഴിഞ്ഞത് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലുണ്ട് ആ വാക്കൊക്കെ. ഞാനിതിപ്പം നാടൻ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വളരെ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ അമ്പുഴുക്കും തെറി പറഞ്ഞു കളഞ്ഞു. അമ്പുഴുക്കും തെറി, അങ്ങനൊരു വാക്കുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പച്ചത്തെറി കൊണ്ട് അഭിഷേകം ചെയ്തു. ബെയ്റൂട്ടിലേക്ക് പോകാൻ പോയ എല്ലാ സൈന്യത്തെയും തിരിച്ചു വിളിച്ചു എന്ന് മാത്രമല്ല, ട്രംപിന് നിയന്ത്രണം വിട്ടു എന്നാണ് പറയുന്നത്. US-ഉമായുള്ള എല്ലാ കരാറുകളിൽ നിന്നും ഇറാൻ പിന്മാറാൻ തീരുമാനിക്കുകയും ചെയ്തു. കാരണം വെടിനിർത്തലിൻ്റെ ഒരു കണ്ടീഷൻ ഈ പറഞ്ഞ ലെബനോണിനെ ആക്രമിക്കരുത് എന്നുള്ളതായിരുന്നു. ഹിസ്ബുള്ള കമാൻഡറെ വധിക്കാനെന്ന പേരിൽ നിരവധിയായ കെട്ടിടങ്ങൾ അടിച്ചു തകർത്ത ഈ നെതന്യാഹു എന്ന് പറയുന്ന ലോക ക്രിമിനൽ കോടതി കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രിമിനലിൻ്റെ പ്രവൃത്തി കണ്ട് വശം കെട്ടാണ് അദ്ദേഹം വിളിച്ചത്. പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആക്സിയോസ് പറയുന്നത്: നിനക്ക് ഭ്രാന്താണ്. ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടവനായിരുന്നു. ഞാൻ നിന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ലോകത്തെല്ലാവരും നിന്നെയും ഇസ്രായേലിനെയും വെറുക്കുന്നു എന്ന് പറഞ്ഞത്രേ. എന്നിട്ട് പറഞ്ഞത്രേ, നീ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയാസങ്ങൾ സഹിക്കുന്നത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് മറ തെണ്ടി എന്നെല്ലാം വിളിച്ചത്രേ. കഷ്ടം. എന്നാലോചിച്ച് നോക്കൂ, ഒരു വൃത്തികെട്ടവനെ വേറൊരു വൃത്തികെട്ടവൻ സംരക്ഷിച്ച് എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇപ്പോൾ എല്ലായിടവും നാറാൻ നോക്കുക മാത്രമല്ല, നാറിത്തീർന്നു കഴിഞ്ഞ് കീറാനും ശ്രമിക്കുകയും ഒരുപാട് റിപ്പോർട്ടുകൾ 25 വിമാന US ബേസ് അടക്കം അടിച്ചു തകർത്തു എന്നുള്ള വാർത്തയൊക്കെ വരുമ്പോൾ എങ്ങനെ സഹിക്കും റഹ്മാനെ? അപ്പോഴാണ് വീണ്ടും കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് ഇറാൻ പറയണമെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ആർക്കായിരിക്കും ഈ യുദ്ധത്തിൽ മേൽക്കൈ.
ആർക്കാണ് സമാധാന കരാറിൻ്റെ ആവശ്യമെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. സത്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് അങ്ങനെ ഒരു രാജ്യം ഇനി അങ്ങ് ഇല്ലാതായിപ്പോട്ടെ, എന്നാൽ പോലും അല്പസമയത്തേക്കെങ്കിലും ഉയർന്നു നിന്നു എന്നുള്ളത് റിയലി വണ്ടർഫുൾ ആൻഡ് സൂപ്പർബ്, റിയലി സൂപ്പർബ്. അവർ ഷിയ ആകട്ടെ, അഹമ്മദിയ ആകട്ടെ, കാഫിരീങ്ങളാകട്ടെ, കുഫറുള്ളവരാവട്ടെ, എന്തുമാകട്ടെ, യവന്മാരുടെ തോന്നിയാസങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കരുത്ത് കാണിച്ച പോരാട്ട വീര്യത്തിൻ്റെ, പേർഷ്യൻ രക്തത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് ഇറാൻ്റെ ചെറുത്തുനിൽപ്പ്. അതുതന്നെയാണ് ശരിക്കും ആവേശഭരിതമാക്കുന്നത്.